ബാംഗ്ലൂരിലെ ഒരു സൂപ്പർ ക്ലബ്ബ് ഫുട്ബോൾ താരങ്ങളെ തേടുന്നു. ഹൈലി ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള നല്ലൊരു ക്ലബ്ബ്. ഫ്രണ്ട്സ്, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു പുതിയ സെലക്ഷൻ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിലുള്ള ഒരു സൂപ്പർ ക്ലബ്ബ് ഫാബ് എന്ന് പറയും, ഫുട്ബോൾ അക്കാഡമി ഓഫ് ബാംഗ്ലൂർ. അതിന്റെ ടീമിലേക്ക് പുതിയ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഫാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാബ് അടുത്ത വർഷം മുതൽ സൂപ്പർ ഡിവിഷൻ കളിക്കാൻ പോവാണ്. കർണാടകയിൽ സൂപ്പർ ഡിവിഷൻ എന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മൾ KPL കളിക്കുന്നത് പോലെ ഉള്ള ഒരു ടൂർണമെന്റ്. ഇതിലേക്ക് സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന ക്ലബ്ബുകളിലേക്ക് അടക്കമുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ, അതായത് അതിലേക്കുള്ള സ്കൗട്ടിംഗ് അടക്കം ഈ വിധം ടൂർണമെന്റുകളിൽ നിന്നും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫാബിന്റെ സെലക്ഷൻ ഓഗസ്റ്റ് 1 നടക്കാൻ പോവാണ്. ഓഗസ്റ്റ് 1 കൃത്യം 10 മണിയാവുമ്പോൾ സെലക്ഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ആ സെലക്ഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിപാടികൾ തീർത്ത് അങ്ങോട്ട് പോകാം. പരിപാടികൾ തീർക്കുക പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ചില രേഖകൾ കൊണ്ടാണ്ട്, ഒന്ന് RT-PCR ചെയ്ത രേഖ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്ത ഒരു വാക്സിനേഷനെങ്കിലും ചെയ്ത ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. വേറെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒരു സാധനവും വേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക. ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ 2 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് RT-PCR ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ RT-PCR ചെയ്താൽ മറ്റന്നാളേക്ക് നിങ്ങൾ പോകുന്ന സമയമാകുമ്പോഴേക്ക് RT-PCR വാങ്ങി നിങ്ങൾക്ക് നേരെ പോകാം. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ പങ്കെടുക്കാൻ നല്ല ഫെസിലിറ്റി ഉള്ള, നല്ല അടിപൊളി ഫെസിലിറ്റികളുള്ള നല്ലൊരു സൂപ്പർ ക്ലബ്ബാണ്. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് തന്നെ പോകുമെന്ന പ്രതീക്ഷയുള്ള വളരെ ഉഷാറായിട്ടുള്ളൊരു ക്ലബ്ബാണ്. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്നുള്ള നിലക്ക് തന്നെ ഇതിൽ നിങ്ങൾക്ക് സാലറി അടക്കം നൽകുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ. ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. കാരണം ആയുസ് വളരെ കുറവാണ്. 1-ാം തീയതിയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ കർണാടകയിലാണ് സെലക്ഷൻ നടക്കുന്നത്. കേരളത്തിലുള്ള ആളുകൾക്ക് RT-PCR ചെയ്തിട്ട് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കേവലം ഏകദേശം 1 ദിവസം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ RT-PCR എത്രയും പെട്ടെന്ന് ചെയ്യുക, ന്യൂസുകൾ എത്രയും പെട്ടെന്ന് അറിയിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സെലക്ഷന് പോയി പങ്കെടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.